നാഥൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആദിയില്ലാതെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ലാതെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഹല്ലേലൂയ, സ്വന്തബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. സ്വന്തബന്ധം, ഓ സ്വന്തബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. നൽകി എന്നിൽ അഭിഷേകം, അതുതന്നെ എന്റെ ബലം. അഭിഷേകം സമ്പത്താലേ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം സമ്പത്താലേ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ആദിയില്ല എല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല എല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഹല്ലേലൂയ, എല്ലാ പ്രതീക്ഷകളും ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. യേശുവിൻ്റെ അമ്മയ്ക്കൊരു പ്രതീക്ഷ ഉണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞ മന്ദിരം പൊളിച്ച് 3-ാം ദിവസം ഞാൻ മന്ദിരത്തെ പണിയും. പക്ഷേ ശിഷ്യന്മാരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ശിഷ്യന്മാരെല്ലാം ചെതറിപ്പോയി. പത്രോസ് പറഞ്ഞു, സ്തോത്രം, ഞാൻ എനിക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞ പത്രോസ് തന്നെ 3 പ്രാവശ്യം യേശുവിനെ അറിയത്തില്ലെന്ന് ദൈവം തെള്ളി പറഞ്ഞു. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്തൊരു പ്രശ്നമാണ് ഈ 12 ശിഷ്യന്മാർ. ഇന്നലെ ഞങ്ങൾ ശിഷ്യന്മാരെ കുറിച്ച് സംസാരിച്ച് ഒരാൾ പറഞ്ഞു, 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തപ്പം 12 പേർക്കും 12 അധികാരങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ 12 അധികാരം കൊടുത്തു. ഒരാളെ അപ്പോസ്തലനാക്കി. ശിഷ്യന്മാരായിട്ട് 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ 12 പേർക്ക് തുല്യ അധികാരമാണ് കർത്താവ് കൊടുത്തത്. യേശുവിനെ ശുശ്രൂഷിക്കാനുള്ള തുല്യ അധികാരം. അല്ലാതെ 12 പേർക്ക് വ്യത്യസ്തമായ അധികാരം. കർത്താവ് ഈ 12 പേരെയും ആന്തരിക ബന്ധങ്ങളായിട്ട് തന്നെ സ്നേഹിച്ച്. വേർതിരിവുണ്ടായിരുന്നോ? പക്ഷെ യോഹന്നാനും പത്രോസും ഒക്കെ യേശുവിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. പക്ഷേ കർത്താവ് വരെ അതിനകത്തൊരു സ്നേഹത്തോടുള്ളൊരു വേർതിരിവല്ല. പക്ഷെ ഈ പത്രോസും യോഹന്നാനും ഒക്കെയാണ് യേശുവിനെ കൂടുതലും സ്നേഹിച്ചത്. പക്ഷെ പത്രോസ് തന്നെ പറഞ്ഞുകൊണ്ട്, ഞാൻ ചത്ത് കളഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല. പക്ഷെ പ്രിയപ്പെട്ട, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചത്തുകളയുമെന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ വിട്ടു പോകും.
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്രോസ്. ഞാൻ ഒരിക്കലും നിന്റെ വിട്ടു പോകത്തില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടെന്ന് പറഞ്ഞ പത്രോസ് തന്നെ ആമേൻ സ്തോത്രം. ഈ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ആമേൻ റോമൻ പടയാളികൾ വന്ന് യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. അവർ ഉപദ്രവിച്ചു, അവർ യേശുവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ആമേൻ യേശുവിന്റെ വിലാപ്പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് ഇവർക്കൊരു പേടി, ഇനി ഇവരെ പിടിക്കുവോ? പത്രോസ് പറഞ്ഞു, 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, ഞാൻ അവനെ അറിയത്തില്ല. സ്തോത്രം. 3 പ്രാവശ്യമാണ് തള്ളി പറഞ്ഞല്ലയോ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം പത്രോസ് തിരുത്തി പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3-ാമതും കർത്താവ് ചോദിച്ചു, പത്രോസ് ഇതിനെല്ലാം ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. 3-ാമത് പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപകർത്താവെ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഈ പടകനെക്കാട്ടിലും ഈ മത്സ്യബന്ധനത്തെക്കാട്ടിലും ഞാൻ ഇപ്പോൾ കണ്ടെത്തുന്ന ഈ സന്തോഷത്തെക്കാട്ടിലൊക്കെ അധികമായി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ഈ 3-ാമത്തെ ദിവസമാണ് നിറഞ്ഞ സ്നേഹമുള്ളവരെ കർത്താവിന്റെ പകൽ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, സ്നേഹമുള്ളവരുടെ ഹൃദയത്തെ. അപ്പൊ ഈ കാലഘട്ടത്തിൽ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീഷ്ണത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ നമ്മളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള വിളിയുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു തലമുറയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് ചില സവിശേഷതകളുണ്ട്, ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പത്രോസിന് ചില സവിശേഷതകളുണ്ട് അതിന്. കാരണം ഈ മദലക്കാരത്തി മറിയും ശലോമി ഇവരെല്ലാം ഈ സുഗന്ധവർഗ്ഗം എടുത്തുകൊണ്ട് കല്ലറയ്ക്ക് രാവിലെ വരുന്നുണ്ട്. 5 മിനിറ്റ് വേണം ഇരുന്നു, 5 മിനിറ്റ് നിരുന്നു, പ്രാർത്ഥിക്കാം, 5 മിനിറ്റ് നിരുന്നു. കല്ലറക്കയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ അച്ഛ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? അപ്പൊ ഒരു ചോദ്യം, മരിച്ചുപോയി ക്രിസ്തു തന്നെ അവിദോഹികമായി തന്നെ ശരീരം എന്ത് ചെയ്തു? കല്ലറയ്ക്കൽ വെച്ചു. ഇനി ഒരു സുഗന്ധവർഗം പൂശേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കണം. മരിച്ചുപോയി അല്ലെങ്കിൽ സംസ്കാര ശുശ്രൂഷ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ചിലരൊക്കെ എന്ത് ചെയ്യും? അവരവരുടെ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യും? കല്ലറയുടെ മുമ്പിൽ പോയി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുകയും അവർ ഓർമ്മകൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവര് വരുന്നത് വെച്ചാൽ വിലപിടിപ്പുള്ള സുഗന്ധവർഗം എടുത്തോണ്ടാണ്. ഈ സുഗന്ധവർഗം എടുത്ത് കല്ലറയുടെ പുറകെ കൊണ്ടൊഴിക്കാൻ, ഫ്രണ്ടിൽ കൊണ്ടൊഴിക്കാൻ ഒക്കത്തില്ലല്ലോ. ആൻഡ് എന്തൊരു കാര്യം അറിയോ? ഈ യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം, ഇത് ഞാൻ ഈ സുഗന്ധവർഗം എടുത്തുകൊണ്ട് ഞാൻ കല്ലറയ്ക്കകത്ത് കയറും. കല്ലറയ്ക്കകത്ത് കയറണമെങ്കിൽ കല്ലറ തുറക്കണം. കല്ലറ തുറക്കൂ എന്നുള്ള വെളിപ്പാട് 12 ശിഷ്യന്മാരെക്കാട്ടിലും യേശുവിൻ്റെ അമ്മയ്ക്കുണ്ട്. കാരണം ഇവൻ വിണ്ണിൽ നിന്നുള്ളവനല്ല, ഇവൻ ഉയരത്തിൽ നിന്നുള്ളവനാ. ആമേൻ, 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 ആമേൻ. ഇവൻ ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കെടുന്ന ബീജച്ചാലല്ല, കെടാത്ത ബീജച്ചാൽ പരിശുദ്ധാത്മാവിൽ ഉത്ഭവിച്ച വിശുദ്ധ പ്രജയ. അവൻ തന്റെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി മരിക്കേണ്ടവനാ. അവൻ ജനിച്ചപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞതാ, നിന്നിൽ ഒരു ശിശു ജനിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. അവൻ തന്റെ ജനത്തിന് വേണ്ടി മരിക്കും. അവൻ തന്റെ ജനത്തിന് വേണ്ടി ചോര കൊടുക്കും. അവൻ തന്റെ ജനത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീരും. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ രക്തസാക്ഷി എവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഗോൽഗോഥയിലാണ്. മീരയുടെ മാരേജിനായി പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ ആ മാരേജിന് വേണ്ടി ദൈവത്തിന്റെ വലിയ കരം ഇപ്പോൾ ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തെടുത്ത് നോക്കി ഒത്തിരി രക്തസാക്ഷിത്വം വഹിച്ചവരുണ്ട്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, ഗുണവാന്മാർക്ക് വേണ്ടി മരിക്കുവാൻ ചിലപ്പോ ആരെങ്കിലുമൊക്കെ തുനിവായിരിക്കാം. പക്ഷെ അഫത്തന്മാർക്ക് വേണ്ടി ആരും എന്ത് ചെയ്തില്ല, ഇറങ്ങിത്തിരിക്കത്തില്ല. ക്രിസ്തു സകല ജനത്തിനും വേണ്ടി ഇവിടെ തകരുമല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ നിൽക്കണം. എന്നാൽ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിഷയത്തിന് വേണ്ടി ഒരു പ്രശ്നം വന്നപ്പോൾ എന്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നിരിക്കട്ടെ, അത് ആ പാർട്ടി രക്ഷിക്കാൻ വേണ്ടിയില്ലയോ? അപ്പം അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും എന്ത് ചെയ്യും, ഒരു നല്ല കാര്യങ്ങൾ കിട്ടുമായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നിരിക്കട്ടെ, എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് സഭ എൻ്റെ കൂടെ നിൽക്കുക. അപ്പം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ദൈവദാസൻ ഞങ്ങളെ ആത്മീയത്തിൽ നടത്തുന്ന ഒരു ദൈവദാസനാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. എന്നിൽ യാതൊരു ഗുണവും ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ?
ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്നെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഇല്ലെങ്കിൽ, എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ കൂടെ ആരും കാണത്തില്ല. നല്ല ദൈവദാസൻ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളാണ് സഭയുടെ കൂടെ ചങ്കും നെറ്റിയും കൊടുത്ത് നിൽക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അവിടെ ഗുണവാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ ചിലപ്പോൾ തുനിയും, ഗുണമില്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുമോ? നമ്മുടെ വീട്ടിൽ അപ്പുറത്താണ്ട് ആ മദ്യപാനിയുടെ വീട്ടിൽ ഭയങ്കര അടിയും വഴക്കും നടക്കും. ആരെങ്കിലും കയറി ചോദിക്കും എന്തിനാ ഇവിടെ വഴക്ക്? നമ്മുടെ അയലൊക്കെ വീട്ടിൽ കിടക്കുന്ന വഴക്കും സംസാരം നമ്മൾ ചോദിക്കാൻ പോയി എന്തിനാന്ന്? നമ്മൾ ഒത്തുതീർപ്പിന് വേണ്ടി പോവോ? നമ്മൾ തന്നെ ചിന്തിക്കും അവനെ കൊണ്ട് ഒരു ഗുണവും. വൈകുന്നേരം വായിക്കാൻ തുടങ്ങും. മനുഷ്യർ ജീവിക്കണ്ട ഇവിടെ. സ്തോത്രം. പണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിന് തൊട്ടപ്പുറത്ത് ഒരു പയ്യനുണ്ട്. വൈകുന്നേരം വായിക്കുന്ന പാട്ടയിട്ട് കൊട്ടും. വീടിനകത്ത് നമുക്ക് ഇരിക്കാൻ പുറതിയില്ല. ഒരു 6 മണി തൊട്ട് 8 മണി വരെ പാട്ടയിട്ട്, വീട്ടുകാരും എന്ത് ചെയ്യത്തില്ല, പാട്ട കിട്ടിയില്ല പ്ലേറ്റ് ഇട്ട് കൊട്ടും, സ്റ്റീൽ പ്ലേറ്റ്. നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. വീട്ടിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല, അവൻ്റെ അത് മേടിച്ചു വെക്കത്തില്ല. സ്തോത്രം 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 സ്തോത്രം. ഒരു പരിധിയിടും നമ്മൾ ഇന്ന് എന്തിക്കും, ഇവൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ ആര് ചോദിക്കാൻ പോകുന്നു? പക്ഷെ ക്രിസ്തുവോ തക്ക സമയത്ത് അഭക്തന്മാർക്ക് വേണ്ടി മരിച്ചു. ഒരു ജനത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി. യേശുവിന് വേണ്ടിയാണോ യേശു മരിച്ചേ? ഒരു ജനതയ്ക്ക്, ഒരു ഗുണമില്ലാത്ത അകൃത്യത്തിൽ ജീവിക്കുന്ന, ആദാമി ശാപത്തിൽ ജീവിക്കുന്ന ഒരു ജനതയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതുപോലെ ആരെങ്കിലും രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ? പാവത്തിന് വേണ്ടി ഇവിടെ ആരെങ്കിലും യുദ്ധം നടത്തിയിട്ടുണ്ടോ? കണ്ണു തുറന്ന സ്തോത്രം പറഞ്ഞ ആന്റി, ആന്റിക്ക് വേണ്ടി ആരെങ്കിലും രക്തം തന്നിട്ടുണ്ടോ? ചെക്ക് വരെ ആരാ കരമടിച്ചു സ്തോത്രം പറഞ്ഞ കർത്താവിന്. പിന്നെ അല്ലാതെ ഓപ്പറേഷൻ സമയത്ത് എനിക്ക് രക്തം തന്നു, അല്ലാതെ അത് പിന്നെ അങ്ങനെ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് രക്തം തരത്തില്ലേ? സുസിസ്റ്ററിന് വേണ്ടി ആരും രക്തം തന്നിട്ടുണ്ടോ? ആന്റിയുടെ പാപം പോക്കാൻ വേണ്ടി ആരും രക്തം തന്നായിരുന്നോ? നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് ശരീരത്തിനകത്ത് രക്തം ഇല്ലെങ്കിൽ നമുക്ക് വേണേ എന്ത്, നമ്മുടെ സെയിം ഗ്രൂപ്പിലുള്ള ഒരു രക്തം നമുക്ക് വേണ്ടി തരും. പക്ഷെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആരും നമുക്ക് രക്തം തരുമോ? ഇവിടുത്തുള്ള യാതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമുക്ക് വേണ്ടി തരത്തില്ല. തരുമോ? ഇല്ല, തരത്തില്ല. പക്ഷെ യേശു രക്തം തന്ന ആർക്ക് വേണ്ടി അറിയാം? മുഴുവൻ ജനത്തിന് വേണ്ടി. അകൃത്യത്തിൽ ജീവിക്കുന്ന, തെറ്റിൽ ജീവിക്കുന്ന, ആദാമി ശാപത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യനും വേണ്ടി. ഇതുപോലൊരു രക്തസാക്ഷിത്വം ചരിത്രത്തിലില്ല. അയ്യോ, എല്ലാവർക്കും വേണ്ടി. പന്തിയിൽ പക്ഷപാതമില്ല, സകല മനുഷ്യർക്കും വേണ്ടി. ഒരുപോലെ അവൻ പാപമില്ലാത്തവൻ പാപിയായി മാറി. ആ വെളിപ്പാടം നോക്കിയേ, അമ്മ 1-2 പേർക്ക് വേണ്ടി ചിലരെ അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ നിൽക്കുമായിരിക്കും. ഇവിടെ ഒരു ഗുണമില്ലാത്ത ആ മെസ്റ്റോത്ത് ഒരു മാനവജാതിക്ക് വേണ്ടി ക്രിസ്തു പറയാ, എന്റെ രക്തം ഞാൻ തരാം. അവൻ എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി എന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചോ, എന്റെ കയ്യിൽ ആണി അടിച്ചോ, എന്റെ പാദത്തിൽ ആണി അടിച്ചോ, എന്റെ മക്കൾ ബന്ധിക്കപ്പെടാതിരിക്കാൻ. നീ തകരാതിരിക്കുവാൻ. ശരിക്കും പറഞ്ഞാൽ യേശു ക്രൂശിലൊക്കെ തകരുമില്ല. 53 രോഗങ്ങളെ ശീലിച്ചു. യേശുവിന്റെ പനിയും അസുഖങ്ങളും വരുമോ? എന്റെ ശീലിച്ചു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തുവാ? ഞാൻ മരത്തിൽ കയറാൻ ഞാൻ ശീലിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? വേറെ ആർക്കോ വേണ്ടി ഞാൻ എന്ത് കയറാൻ വേണ്ടി എന്ത് ചെയ്യുക? അഭ്യസിച്ചു. 53 യേശു രോഗങ്ങളെ ശീലിച്ചെന്നാണ്. അവൻ മനുഷ്യരാൽ ഒറ്റപ്പെട്ടു. യേശുവിനെ ഒറ്റപ്പെടുത്താൻ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? പക്ഷെ നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ കർത്താവ് ഒറ്റപ്പെടുക.
നമ്മുടെ തലയിൽ ആണി അടിക്കാതിരിക്കാൻ കർത്താവ് നിന്ന് കൊടുക്കുക. അരിപ്പ് അരിക്കുന്ന പോലെ എൻ്റെ തലയെ മൊത്തം ആണി അടിക്കട്ടെ, നിന്ന് കൊടുക്കുക. ആൻറ്റി ശീലിക്കുക, നിന്റെ തലയിൽ ആണി അടിക്കരുത്, നിന്റെ കൈ ബന്ധിക്കപ്പെടരുത്. ആമേൻ 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 ആമേൻ. അവൻ അകൃത്യങ്ങളെ ശീലിച്ചു, അവൻ നിന്ദിക്കപ്പെട്ടു, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ടു, മനുഷ്യരാൽ വെറുക്കപ്പെട്ടു. അവൻ അങ്ങനെ ആയതല്ല, അവൻ അനുവദിച്ചു കൊടുത്തതാ, അനുവദിച്ചു കൊടുത്തതാ. ഒരുപാട് പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിടുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. പ്രാർത്ഥനാ വിഷയങ്ങളല്ല, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ട് യേശുവിന്റെ അമ്മ മറിയത്തിന് വലിയ ബോധ്യമാണ്, ദൈവം എനിക്ക് തന്ന ഈ ഒരു പൈതല്, പിതാവ് സ്വന്തം ജനത്തെ ഓർക്കാതെ, സ്തോത്രം, ജനത്തിന്റെ പാപത്തിന് വേണ്ടി മറുവിലയായിട്ട് മരിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ പൈതല് മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. 2ാമത്തെ വെളിപ്പാടാണ്. ലോകത്തിൽ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെയും മരണം പോലല്ല യേശുക്രിസ്തുവിന്റെ മരണം. യേശുവിന്റെ മരണം ചരിത്ര സംഭവമാണ്. യേശുവിന്റെ അമ്മയ്ക്കറിയാം, ഒത്തിരി പേര് മരിച്ചു, പക്ഷെ യേശുവിന്റെ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ആദ്യം തകരും, അവൻ അടികൊള്ളും, നിന്ദിക്കപ്പെടും, പക്ഷേ 3-ാം ദിവസം വിശ്വാസിയെ ഒരു കാര്യം മറക്കരുത്. അതിന്റെ അടിയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, വിമർശനങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, പരതാകമുണ്ട്, കരയിലാപത്ത്, പുറത്ത് ആപത്ത്, നിന്ന, ആഹാരമില്ല, പട്ടിണി, ഇതെല്ലാം ഉറക്കമുള്ളപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? എന്റെ കർത്താവിനോട് നിങ്ങൾ ചോദിക്കുക. യേശു പറയും, ഞാൻ അടികൊള്ളും, ചാട്ടവാറുകൊണ്ട് അടികൊള്ളും, മുൾക്കിരീടം വെക്കുമ്പോൾ ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കും, 3 ഇഞ്ചുള്ള ആണി പയ്യമര കുരിശിനകത്ത് ചേർത്തടിച്ചു കൊള്ളുമ്പോൾ ഞാൻ അനങ്ങാൻ നിന്ന് കൊടുക്കും. ഞാൻ എന്നെ തന്നെ ആദ്യം തകർക്കും, എന്നിട്ട് ഞാൻ എന്നെ പണിയും. 3-ാം ദിവസം പണിയും. മന്ദിരം പൊളിച്ച് 3-ാം ദിവസം പണിയുമെന്നാ യേശു പറഞ്ഞത്. അയ്യോ ഇത് ആരോടുള്ള ദൂതാണ്? നീ തകർന്ന കുഴപ്പമില്ലെന്നേ, നീ എവിടെയാണോ തകർന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം നിന്നെ പണിയുമെന്ന്. സാമ്പത്തികത്തിലാണ് നീ തകർന്നത്, ദൈവം നിന്നെ പണിയുമെന്ന്. അവൻ രോഗത്തിലാണ് നീ തകർന്നത്, ദൈവം നിന്നെ പണിയുമെന്ന്. തകർത്തതെന്ന് പണിയുന്ന ദൈവം. ഭയങ്കര വെളിപ്പാടാണ് പ്രിയ ദൈവമക്കളെ. യേശു 3-ാം ദിവസം തന്റെ ശരീരത്തെ പണിഞ്ഞെങ്കിൽ യേശുവിന്റെ ശരീരമായ സഭ തകർന്നാലും 3-ാം ദിവസം യേശുവിന്റെ ശരീരമാകുന്ന സഭ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ 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 ആമേൻ. 3-ാം ദിവസം മന്ദിരം പൊളിച്ചു, 3-ാം ദിവസം കൊണ്ട് തിരിച്ച. അത് യെരൂശലേം ദേവാലയത്തെ കുറിച്ചല്ല പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, സ്തോത്രം, വീണ്ടെടുപ്പ് നാളിൽ ഇപ്പോൾ നമ്മുടെ ഭൗമമാവുന്ന ശരീരം എന്ത് ചെയ്യും? ഫ്യൂണറൽ സർവീസിൽ എന്ത് ചെയ്യും? സംസ്കാര ശുശ്രൂഷയെ കൊണ്ടുപോയി എവിടെയും അമ്മ സ്തോത്രം നമ്മൾ ശുശ്രൂഷിക്കും. ദൈവദാസന്മാർ വന്ന് എന്ത് ചെയ്യും? കല്ലറയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് ശുശ്രൂഷിക്കും. പക്ഷേ വീണ്ടെടുപ്പ് നാളിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ പ്രിയം വെച്ച നാട്ടിലേക്ക് ഉയർത്തെഴുന്നേക്കും. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. മന്ദിരം പൊളിച്ചു 3-ാം ദിവസം യേശു മന്ദിരം പണിഞ്ഞതെന്ന് അമ്മ സഭയോട് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഭയെ നാമും മരിക്കും. പക്ഷെ ഒരു വിശേഷത ഉണ്ട്, മരിച്ച പ്രിയം വെച്ച നാൾ വരുമ്പോൾ നമ്മളും അവന് കല്ലറകളിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് നിത്യജീവൻ എന്ന് പറഞ്ഞു. നിത്യജീവൻ. അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് നിത്യജീവൻ എന്ന് പറഞ്ഞു. നിത്യജീവൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് എന്തോ ഇല്ലായിരുന്നോ? വെളിപ്പാട് പറയാണേ, യേശു ക്രിസ്തുവിന് അതിന്റെ എന്തോ ഇല്ലായിരുന്നോ? ഡെത്ത് ഇല്ലായിരുന്നു, ഡെത്ത് മരണമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും അച്ഛൻ മരണമില്ല. മരണത്തിൽ നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ആദ്യ മനുഷ്യന് മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുക. പക്ഷേ ഒരു വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധന് മരണമില്ല. ഒരു വിശുദ്ധന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യത എന്ന് പറഞ്ഞാൽ യുഗങ്ങൾ യേശുവിന്റെ കൂടുള്ള ജീവിതമാ. ഒരു ക്രിസ്തു വിശ്വാസിക്ക് മരണമില്ല. അവൻ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടുകൂടെ.
മർദ്ദനമേറ്റ ശരീരമാണ്, ഒത്തിരി മർദ്ദനമേറ്റ ശരീരം, ഉന്തും തെള്ളും കിട്ടിയ ശരീരമാണ്, പുഷ്ടി ചുരുട്ടി ഇടിച്ച ശരീരമാണ്. നമുക്കറിയാം, ഒരു പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കൊണ്ട് നിഷാന്റിക്ക് അങ്ങനെ ബോഡി കൊണ്ട് വെച്ച് കഴിയുമ്പം എന്തെങ്കിലും ആക്രമിക്കപ്പെട്ട അട്ടിമറി ചെയ്തിട്ടുള്ള ശരീരമാണെങ്കിൽ പരിശോധിക്കുന്നവർക്ക് അറിയാം അല്ലയോ, ഇടിച്ചേം തുള്ളുതിൻ്റെ എല്ലാം പാട് കാണും ഇല്ലയോ എൻ്റെ. പക്ഷെ യേശുവിന്റെ അമ്മ നോക്കുമ്പോൾ ഇവനിൽ ഒരു പാടുമില്ല. രൂപാന്തരം പ്രാപിച്ച ശരീരം, പിടിച്ചു തെള്ളിയതിന്റെയോ അടിച്ചതിന്റെയോ കഴിഞ്ഞ ദിവസം ചാട്ടവാറിനടിച്ച പാടുപോലുമില്ല. ഗ്ലോറി 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 ഗ്ലോറി. നിന്റെ വിഷയത്തെ അവിടെ എടുത്ത് കർത്താവ് മാറ്റാൻ പോവാ. നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവേ, നിന്റെ വിഷയത്തിന്റെ അകത്ത് കർത്താവിന്റെ കരം ചലിക്കുക. ഓഹോ, പരിഭ്രാന്തരായി കല്ലറ തുറന്ന് കിടക്കുന്നു. പുറത്തുനിന്ന് ആരും വന്ന് തുറക്കത്തില്ല. അതിന് നിയമം ഇതിന് അംഗീകരിച്ചു കൊടുക്കത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർക്ക് മനസ്സിലായി എന്തോ സൂപ്പർ നാച്ചുറൽ സംഭവിച്ചു. അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് പറ, ഈ ഉപവാസം കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ സംഭവിക്കും. റോമൻ പടയാളികൾ തുറന്നതാണോ? പറ ആണോ? അതര യേശു പറഞ്ഞേ. പീലാസത്തിന്റെ നേതൃത്വത്തിലാണോ തുറന്നേ? നാടുവാഴികയുടെ നേതൃത്വത്തിലാണോ കല്ലറ തുറന്നേ? ഇവരുടെ ആ മനുഷ്യന്റെ കൈ അല്ല അവിടെ ഇരിക്കുന്നത്, ഗബ്രിയലിന്റെ കൈയാ. ഈ ഉപവാസം കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഓ റാറ്റാരകൽ കടകസിയ, ഓ റബൽ കരാജകൽ കരയാട കടകസി. ചില വാതിലുകൾ തുറക്കും. അത് മനുഷ്യൻ ഇടപെടുന്നതല്ല, സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോവാ. സ്വർഗ്ഗത്തിലെ ദൈവം അടുത്തിരിക്കുന്നിടത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നതാണ്. അടുത്തിരിക്കുന്ന 3 വർഷം കഴിയുമ്പോ മനുഷ്യനല്ലെന്നേ, തമ്പിച്ചാനല്ല. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. അയലോക്കക്കാരനല്ല, ഹല്ലേലൂയ. മനുഷ്യനല്ല, സ്വർഗ്ഗത്തിൽ നിന്ന് കൈ വരുന്നു, കൈ തൊടാത്തൊരു കല്ല് വരുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലോ ഇതാനുള്ള ദൂത പിടിച്ചോ. ദൂത പ്രാർത്ഥിച്ചു, മനുഷ്യന്റെ കൈയല്ലെന്ന്, ദൈവത്തിന്റെ കൈ ചലിക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തിരുത്തുവാണേ, സുഗന്ധവർഗം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല സിസ്റ്ററെ. അതിന്റെ അകത്ത് ദുർഗന്ധമൊന്നുമില്ല. ദുർഗന്ധം വരാൻ ആ ശരീരം അഴുകണ്ടേ? ശരീരം അഴുകിയിട്ടില്ലല്ലോ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലയോ. നിന്നെ നാറ്റിക്കുവെന്ന് പിശാച് പറയുന്നേ, ദേശത്തിട്ട് നാറ്റിക്കുവെന്ന് ദൈവാത്മാവ് പറയാ. നിന്നെ സുഗന്ധമാക്കി മാറ്റാൻ പോവാ ദൈവം. ആരും തടയരുത്. ആൻറ്റിയുടെ കത്തലിനെ കത്തട്ടെ, നല്ലപോലെ അങ്ങോട്ട് കത്തട്ടെ, നല്ലപോലെ കത്തിക്കോട്ടെ. അകത്ത് കിടന്ന ശരീരം കണ്ടില്ല, അവര് പരിഭ്രമിച്ചു.
എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിഭ്രമം? വീടിന്റെ പകുതി പണിയായില്ലയോ, ഇനി പരിഭ്രമിപ്പിക്കണ്ട. അച്ഛാ, മറിയത്തിന് തന്നെ അറിയാം ഇത് വിണ്ണിൽ നിന്നുള്ളതല്ല, ഇത് വിശുദ്ധ പ്രതയാ. പക്ഷെ കല്ലറയ്ക്കകത്ത് കിടന്നപ്പോ ഈ ശരീരം കാണാതിരുന്നപ്പോ ഒരു പരിഭ്രമം. ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയതാണോ? യേശു എത്ര ആവർത്തി പറഞ്ഞതാ ഞാൻ 3-ാം ദിവസം പണിയുമെന്ന്. അയ്യോ, എനിക്കറിയത്തില്ല. പക്ഷെ ഏതോ ഒരു കൺസെഷനുമായിട്ടുള്ള ദൂത പറയുന്നേ, നിങ്ങളല്ലല്ലോ അതിന് പണിയുന്നത്, ഞാനില്ലേ പണിയുന്നേ. Why have you bothered? അടുത്തേക്ക് നിങ്ങൾ എന്തിനാ വിഷമിക്കുകയും ചോദിച്ചു. അടുത്തേക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, why have you bothered? നിങ്ങളല്ല അതിന് പണിയുന്നേ. ആരാ പറഞ്ഞേ? കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങളാ പണിയുന്ന. ആരാ പറഞ്ഞേ? അച്ഛാന്റെ വീട് പണിയുന്ന അച്ഛനാ. ആരാ പറഞ്ഞേ? ദൈവം ഇല്ലേ പണിയുന്നേ. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? പക്ഷേ ഈ അനാവശ്യമായ പരിഭ്രമം, പേടി വേണോ? എൻ്റെ പേടി വേണോ? ഇവരിങ്ങനെ പരിഭ്രമം ചെയ്തപ്പെട്ട ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നേ? ജീവനുള്ളവനെ മരിച്ചവരുടെ ദേശത്ത് നിങ്ങൾ അന്വേഷിക്കുകയാണോ? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവനെ കല്ലറയിലാണോ നോക്കണ്ടേ? സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കല്ലറയിൽ പോയി കാണാൻ പറ്റും? കല്ലറ നിങ്ങൾ എവിടെയാണ്? ഉയർത്തെഴുന്നേറ്റ് ദൂതൻ പറഞ്ഞ അവൻ ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. കല്ലറയില്ല, പിന്നെ എവിടെ ഉണ്ട്? എൻ്റെ ഹിയർ, ഇവിടെ ഉണ്ട്. ദൂതൻ പറഞ്ഞു ഇവിടെ ഇല്ല, പിന്നെ എവിടെ ഉണ്ട്? യേശു പറ ഇവിടെ ഉണ്ട്. സഭ പറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ ഉണ്ട്, എന്റെ വീട്ടിലുണ്ട്, ആമേൻ, എന്റെ പട്ടണത്തിലുണ്ട്, എന്റെ ദേശത്തുണ്ട്. കല്ലറ കൊണ്ട് ഒതുങ്ങിയില്ല, മണ്ണോട് ചേർന്നില്ല, ദ്രവത്വത്തോടു കൂടെ ചേർന്നില്ല. പാതാള ഗോപുരങ്ങൾ തകർത്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ വെളിപ്പാട് പ്രാപിച്ചിട്ട് ഇവര് നേരെ ചെന്ന് വെച്ച പത്രോസിനെടുത്തോട്ട് മറ്റു ശിഷ്യന്മാരുണ്ട്. സ്ക്രിയോത്യൂത മരിച്ചു, പക്ഷെ ബാക്കി ശിഷ്യന്മാരുണ്ടല്ലോ, അവരോട് ആരും പറയാതെ പത്രോസിനോട് ആദ്യം പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഇവര് ഈ സഹോദരിമാർ ആദ്യം ചെന്ന് പത്രോസിനോട് പറഞ്ഞത്. കാരണം ഇത്തരം കാര്യത്തിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു വിശ്വാസമുള്ളത് പത്രോസിനാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു എന്തെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സിസ്റ്ററെ, എല്ലാവരോടും എന്ത് ചെയ്യരുത്? നിർത്താൻ പോവാം. എല്ലാവരോടും എന്ത് ചെയ്യരുത്? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു 10നോടെ പറയാനുള്ളൂ. ഇനി 11 പേരുണ്ട്, അവരോട് പറഞ്ഞില്ല. പക്ഷെ പത്രോസിനോട് പറഞ്ഞു. പത്രോസ് എന്താ ചെയ്യുന്നറിയാമോ? അവിടുന്ന് പത്രോസ് ഓടി കല്ലറയിലോട്ട്. കല്ലറയിൽ ചെയ്ത് പത്രോസ് എത്തി നോക്കി, യേശുവിന്റെ ശരീരം അവിടെ ഇല്ല. യേശുവിനെ പൊതിഞ്ഞ ശീലം അവിടെ, പക്ഷെ ശരീരം അവിടെ ഇല്ല. നിങ്ങൾക്ക് ആരാ ആകാംക്ഷയുണ്ട് പത്രോസിനെ പോലെ? പത്രോസ് അവിടുന്ന് ഓടുക. തിരിച്ചു വരുന്ന വഴിയില്ല, യേശു ക്രിസ്തു പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. 40 നാൾ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് പാർത്തു. ആ 40 ദിവസം കർത്താവ് ദൃഷ്ടാന്തത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്തു. യേശു വീരപ്രവൃത്തികൾ ചെയ്തു. യേശു ക്രിസ്തുവാണ് ദൈവപുത്രനെന്ന് അവരെ വിശ്വസിപ്പിച്ചു. യേശു എവിടെ ഉണ്ടോ അവിടെ അത്ഭുതമുണ്ട്. ഓ, ഇത് വെളിപ്പാടാണേ. നിന്റെ കൈ പച്ചവെള്ളമേ ഉള്ളോ? ആ പച്ചവെള്ളത്തിൽ അത്ഭുതമുണ്ട്. ആ പച്ചവെള്ളത്തിൽ നോക്ക്. യേശു നോക്കി. ഇപ്പം ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു ഇത് പച്ചവെള്ളമില്ലേ? എന്റെ ആ പച്ചവെള്ളത്തിലോട്ട് യേശു നോക്കിയപ്പം യേശു ആ പച്ചവെള്ളത്തിൽ കാണുന്നൊരു വൈനിനെയാ. യേശുവിന്റെ കണ്ണിലൂടെ യേശു കാണുന്നത് വൈനായിട്ടാ. ഹഡരാമൻ. എല്ലാവരും ദൈവസന്നിധിയിൽ തന്നെ കേട്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്ലീസ് വി സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. അപ്പാ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ നെഗറ്റീവ് മാത്രമാണല്ലോ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ നെഗറ്റീവിനെ ഞങ്ങൾ കാണുമ്പോൾ അത് പോസിറ്റീവായിട്ട് ഞങ്ങൾ വിശ്വസിക്കട്ടെ. എന്താണ് ഞങ്ങളുടെ ബലഹീനത പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഒരു കാര്യം പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു. നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മ പറയാണ്, നീയല്ല പണിയുന്നത്, ഞാനാ പണിയുന്നത്. ആരാ പറഞ്ഞ നീയാ പണിയുന്നതെന്ന്? നമ്മളൊക്കെ ചിന്തിക്കുന്നേ നമ്മൾ ഓരോ ദിവസം ജീവിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക. അല്ലല്ലല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ.
നിന്നുപോയ വർക്കുകൾക്കകത്തൊരു ദൈവ പ്രവൃത്തി. ദൈവ പണിയുന്ന ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ പരിശുദ്ധാത്മാവ് ചില ശരീരങ്ങളിലേക്ക് പാസ് ചെയ്യും. നിങ്ങൾ ദേശങ്ങളെ പിടിച്ചടക്കും. അപ്പോസ്തലന്മാരെ കൊണ്ട് കുറച്ച് കണ്ടപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുപോയി എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതം തോന്നുന്നത് പോലെ ദൈവം ഒരു അത്ഭുത വ്യക്തിയാക്കി നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ബ്ലോക്കായി കിടക്കുന്ന സകല സബ്ജക്റ്റുകൾക്കകത്തും റിലീസ് ചെയ്യുന്നു. ബ്ലോക്കായി കിടക്കുന്ന സകല വിഷയത്തിന്റെ അകത്തും ദൈവിക പദ്ധതി വെളിപ്പെടട്ടെ. വെളിപ്പാട് കൊണ്ടുപോയി ഞാനാ പണിയുന്നത്. നിന്റെ സമ്പത്തിനെ വിടുവിക്കുക. മാനുഷികമായി പിറുപിറുക്കരുത്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മധ്യവാനത്തിന്റെ ശക്തി യേശുവിൻ നാമത്തിൽ ഈ ഭവനത്തിൽ പടിയിറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവം പണിയുമെന്ന് പറയും. അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാധിയെ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാധിയെ. പരിശുദ്ധനെ രാജാവേ
പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ സ്തോത്രം വിളിച്ചു പറഞ്ഞത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നോട് കർത്താവ് പറയുന്നു. ആർക്കും ഗ്രഹിച്ചുകൂടാത്ത ചില സത്യങ്ങളെ വിളിച്ചു പറയുവാനുള്ള വെളിപ്പാടുകൾ ഞാൻ മകൾ നിനക്ക് വേണ്ടി കൈമാറും. നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവൻ ഇനി വിശ്വാസത്തിലേക്ക് വരുവാനുള്ളവരെ, വിശ്വാസത്തിലേക്ക് ഒരു ചേക്കേറി ദൈവാത്മാവെന്നെ കാണിക്കുന്നു. വേഗം തന്നെ ആ ചില പാരമ്പര്യവും വിട്ട് സ്തോത്രം 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 ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കുടുംബത്തിന്റെ അകത്തു നിന്ന് തന്നെ ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരും. അടരമന്റെ ഹംദരകൾ കിടകസി, എന്നാൽ ഒരു തെങ്ങിന്റെ ഓല നിലത്ത് വീണ് അവൻ തറയെ കിടന്ന് ഉണങ്ങുന്നത് പോലെ ആത്മീയ ജീവിതത്തെ അവനെ ഒന്നുമില്ലാതെ ആത്മീയ ജീവിതത്തെ ഉണക്കിക്കളയാൻ നിൽക്കുന്ന ചില മണ്ഡലങ്ങളും ചില സാഹചര്യങ്ങളും ദൈവാത്മാവ് ദർശിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഉണങ്ങിയ ഓലയെ പോലായിരിക്കുവാനല്ല, ഈ ദിവസങ്ങളിൽ ആത്മാവിൽ കത്തുവാൻ, ആത്മാവിൽ പ്രവചിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞാൻ ഈ നാളുകളിൽ നിന്നെ കണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാ പറയുന്നു. എന്തിനാ ഞാൻ മകനെ മാനിച്ചത്, എന്തിനാ നിന്റെ മകളെ ഞാൻ ആദരിച്ചത്, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഒരു വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പോൾ മനോഹരമായ നാദം അതിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ സംസാരിക്കുവാൻ വാ തുറക്കുമ്പോൾ മറ്റുള്ളവരെ വിശ്വാസത്തിലും ആത്മീയ ജീവിതത്തിലും ഉറപ്പിക്കുന്ന പോലുള്ള ഒരു അഭിഷേകത്തിന്റെ ഒരു പ്രസന്നത പിടിക്കണേ അടറി ഹന്തർ മന കല ചുദർ മനാദകൾ കട ചര ചരകൾ കട തുരിവാന അടറി മന ഹന്തര കരച്ചുതേരകൾ കെട്ടി കാന സംതരം മടം ചുതി മരകൾ കിടക സംതര കെട്ടി അർക്കടത്തുരി ആരകൾ കിടകസി ആദരവം മരകം ചുരയാരകൾ കെട്ടി എല്ലാം മരണശക്തികളെയും ആമൻ കുടുംബത്തിന്റെ അകത്തൊരു മരണം നടക്കണമെന്ന് വിളി നിൽക്കുന്ന എല്ലാ മരണത്തിന്റെ കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നത്. ഒരു വെളിപ്പാട് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. സാർ എന്നെ ദൈവാത്മാവ് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ മാറ്റപ്പെട്ടു പോയാനെ. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പോരാടി നിൽക്കുന്ന സാറിനോട്. അങ്കിളിനെ എങ്ങനെയെങ്കിലും ഇന്നലെ ഞാൻ അങ്കിളോട് പറഞ്ഞില്ലെന്നുണ്ട്. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന കാര്യം, അറ്റാക്ക് പോലുള്ള വിഷയങ്ങൾ വരുത്തി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയുവാൻ സാറിന്റെ നേരെ ചില പ്രതിബന്ധങ്ങൾ നിപ്പുണ്ട്. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് നല്ല പച്ചയായിട്ട് നിന്നൊരു ഓലയായിരുന്നു. പക്ഷെ തന്നെ നിലത്ത് വീണ് ഉണങ്ങിപ്പോകുന്നത് പോലെ ഉണങ്ങി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ഒരു നാളിൽ ആത്മാവിൽ നിറഞ്ഞതുപോലെ നിറയുവാൻ കഴിയാതെ എവിടോ പ്രാർത്ഥനാ ജീവിതത്തെ കെട്ടിവെച്ചിരിക്കുന്ന ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് രാവിലെ ആ കെട്ടു പൊട്ടി എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ, പൂർവികന്മാർ എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ, പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ എങ്ങനെ ആരാധിച്ചോ, അതുപോലെ കർത്താവിനെ ആരാധിപ്പാൻ തളർന്നു പോകരുത്, ഭയപ്പെടരുത്. ആത്മാവിൽ ചിലത് വിളിച്ചു പറയും. പരിശുദ്ധാത്മ പറയുന്നു, ദൂത ആർക്കും ഗ്രഹിച്ചുകൂടാത്ത ചില മാർമിക രഹസ്യങ്ങളെ നീ വിളിച്ചു പറയും. ആന്റി ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ആന്റിയുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര നിയോഗം തരും. എനിക്കറിയത്തില്ല ആന്റി ഇത് ആ ഹസ്ബൻഡുമായി വിഷമിച്ചിരിക്കുക. മദ്യപാനത്തിന്റെ കെട്ടുപൊട്ടും കേട്ടാ ആന്റി. എത്ര നാളായ അച്ഛൻ മദ്യപാനം തുടങ്ങിയിട്ട്? ഇച്ചിരി വ്യത്യാസമുണ്ട്. എത്ര വർഷം കൂടെ കുടിക്കുമായിരുന്നു? അച്ഛനെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാതെ? നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഇച്ചിരി കുറവുണ്ട്. ഇപ്പം ഇത്തിരി മാറ്റമുണ്ട്. വർഷങ്ങളായിട്ടുള്ള മദ്യപാനമായിരുന്നു. കർത്താവേ, മദ്യപാനം ഇത്തിരി കുറവ് വ്യത്യാസമുണ്ട്. ഇനി അച്ഛൻ ഇവിടെ വരണം. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. ലൂട്രസിനൊരു മുഴയുള്ള വിഷയം, മുഴയായിട്ടുണ്ടായിരുന്നു. എടുത്ത് നീക്കം ചെയ്തോ? നിങ്ങൾ ലൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. ഞങ്ങളത് ദൈവസന്നിധിയിൽ ഇരുന്ന് വെച്ച് പ്രാർത്ഥിച്ചു. ക്യാൻസറാന്ന് പറഞ്ഞതാണ്.
പക്ഷെ അതെല്ലാം നീക്കം ചെയ്ത് ആൻറ്റിക്കൊരു കുഴപ്പമില്ല, പയറ് പോലെ ചാടി നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. വീട്ടിരിക്കരുത്. സ്തോത്രം. റീസണില് ല്യൂട്രസ് എടുത്ത് കളഞ്ഞേ ഉള്ളൂ, പയറ് പോലെ ചാടി നീങ്ങുക. സ്തോത്രം പറ. ആൻറ്റി അച്ഛനെ വിളിച്ചുകൊണ്ട് ചർച്ചയിൽ വരണം കേട്ടോ. അച്ഛനെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ആളൊരു പാവമാണ്, നല്ലൊരു മനുഷ്യനാണ്. കൂട്ടുകാർ കൂടി അദ്ദേഹത്തെ അങ്ങനെ ആക്കി കളഞ്ഞത്, മദ്യപാനാക്കി കളഞ്ഞത്. നല്ലൊരു മനുഷ്യനാണ്. അതായത് വിശ്വാസത്തിൽ വന്ന കർത്താവിനോട് ഒത്തിരി പ്രയോജനപ്പെടും. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും പക്ഷെ വരാന്ന് പറഞ്ഞ് വരത്തില്ല. അച്ഛനെ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പേരെന്തുവാ? ലൈവിൽ പറയുന്നില്ല പേര്. നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കഷങ്ങളും വെച്ച്. കർത്താവേ, മദ്യപാനവും മാറി, അപ്പൊ പ്രാർത്ഥിക്കാൻ എനിക്ക് ഇരിക്കുകയും ചെയ്യും, പക്ഷെ വരാൻ വിളിച്ചാൽ വരത്തില്ല. അതെന്താ കർത്താവേ? യേശുവിന്റെ നാമം അതോട് വിട്ടുപോട്ടെ. ദൈവസഭയിൽ വന്ന് ആരാധിക്കട്ടെ. ഈ മകൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ പറയട്ടെ, നാളെ ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറയട്ടെ. ഞങ്ങളതിനെ വിശ്വാസത്തോടു കൂടെ പ്രഖ്യാപിക്കുക. ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കും. നാളെ വിളിച്ചോണ്ട് പറഞ്ഞട്ടെ, നാളെ കൂടെ വരും. നാളെ വരുന്നതിനായി നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. നാളെ വരും യേശുവിൻ നാമത്തിൽ. ദൈവാത്മാവ് എന്നൊരു ദർശനം കാണിക്കുന്നു. ഒരു ലോറിക്കകത്ത് പാറ കൊണ്ടിറക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവോട് പറയാ, ഞാൻ ചിലർക്ക് വേണ്ടി പണി തുടങ്ങാൻ പോയി. സഭയുടെ ആണെന്ന് എനിക്കറിയത്തില്ല. എന്റെ ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയാൻ പോവാന്ന്. ഇന്നലെ വരെ നമ്മൾ പണിയെന്ന് ചിന്തിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ പണിയണ്ട, ഞാൻ പണിഞ്ഞോളാം. ആന്റി പണിയാൻ നിൽക്കണ്ട, ദൈവം പണി. ശിവന്റെ നാമത്തിൽ പണിയാൻ പോവാ. ചിലത് പണിയാൻ പോവാ, പണി ആരംഭിക്കാൻ പോവാ. എവിടൊക്കെ പണി നിന്ന് പോയോ അവിടെ തുടങ്ങാൻ പോവാ. ഞാൻ ചില പ്രവചന വംശം കൊണ്ട് അച്ഛനെ കുറിച്ച് പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് പറയുന്നത്, കുട്ടനാടുമായി ബന്ധപ്പെട്ട് പോകാൻ തയ്യാറായിരിക്കും. കുട്ടനാടുമായി, ഞാനും ഉണ്ട് കൂടെ. കുട്ടനാടുമായി ബന്ധപ്പെട്ട് ചില ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറായിരിക്കും. സ്തോത്രം. പിതാക്കന്മാര് കുഴിച്ച കിണറിൽ നിന്ന് തലമുറ വെള്ളം കോരിയെടുത്തതുപോലെ ദൈവാത്മ പറയുന്നു, പണിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കും. പൂർണ്ണ സമയം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങും. ഈ സഭയുടെ എല്ലാ സഹോദരന്മാരുടെ പരിശുദ്ധാത്മാ, നിങ്ങൾക്ക് പണിയാൻ പറ്റത്തില്ല, അതുപോലെ ഇവിടുത്തെ ഉപയോഗിക്കാൻ പോവുക. ദൈവത്തിന്റെ സാക്ഷിയാകുമെന്ന് കർത്താവ് പറയുന്നു. ഓ, തയ്യാറായിക്കോ. യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കോ. അനുഗ്രഹിക്കുന്നു, ഞാൻ അവരെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.